ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അത് റിലേഷൻഷിപ്പിൽ അകന്നു നിന്നവർക്കും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളവർക്കും ഇത് റെസനേറ്റ് ആകും. നമുക്ക് ഈ ഡെക്കിൽ നിന്നും കൂടെ ഒരു കാർഡ് എടുക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെ കാർഡാണ് കിട്ടിയേക്കുന്നത്. 3 of Cups, 2 of Pentacles, 5 of Cups. ഇത് വിട്ടിരിക്കട്ടെ, നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് വല്ലാത്തൊരു ഇമോഷണൽ കണക്ഷൻ അവർക്കുണ്ട്. അവർ നിങ്ങളെ ഒരു സുഹൃത്തായും പ്രണയിനിയുമായിട്ട് കാണുന്നു. നിങ്ങൾക്കൊപ്പം ഉള്ള നിമിഷങ്ങൾ അവർക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞതും ആഘോഷം നിറഞ്ഞതുമാണ്. അങ്ങനെയാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്നാൽ അവരത് നിങ്ങളോട് തുറന്നു പറയുകയോ അവരത് പുറത്ത് കാണിക്കുകയോ ചെയ്യാറില്ലെന്നത് തന്നെയാണ് വാസ്തവം. ഇവിടെ നമുക്ക് അവരൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും നിങ്ങളുടെ ബന്ധവും അവരുടെ ജീവിത ചുമതലകളും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവർ ഒരേ സമയം 2 കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അത് ഒരു പക്ഷേ അതിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ചിലരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരായിട്ട് ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. ഒന്നുകിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ ഒരു പിണക്കങ്ങളും മറ്റും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ചിലരെയെങ്കിലും നിങ്ങളുടെ വ്യക്തി തള്ളിപ്പറഞ്ഞതായിട്ടോ ഉപേക്ഷിച്ചതായിട്ടോ കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ തന്നെ അവർ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് നമുക്കിവിടുന്ന് കാണുന്നത്. അവർ നിങ്ങളുടെ സ്നേഹം അവർക്ക് ഇപ്പോൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചതൊക്കെ ഓർത്തിട്ട് അവർ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ അവരുടെ അവസ്ഥ. അവർ അങ്ങനെ ദുഃഖിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ചെറിയ പിണക്കങ്ങളും മറ്റും ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു.
അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം അവർക്ക് നഷ്ടപ്പെടുമോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിനി അവരെ വിട്ടുപോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവരുടെ മനസ്സിൽ ഉള്ളതായിട്ട് ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അവരുടെ മനസ്സിൽ ഒരുപാട് ഒറ്റപ്പെടലും തളർച്ചയും ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ. ആ ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അവർക്കിപ്പോൾ നിങ്ങളിൽ നിന്നും സ്നേഹവും നിങ്ങളെ ഒരു സാമീപ്യമൊക്കെ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് അവർ നിങ്ങളോട് തുറന്നു പറയുകയോ അതിനുള്ള തുറന്ന് പറയാനുള്ള ആഗ്രഹം അവർക്കുണ്ടെങ്കിൽ തന്നെയും അവരത് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. നമുക്ക് ഈ ഒരു കാർഡും കൂടെ നോക്കാം. അതെ, അടുത്ത കിട്ടിയിരിക്കുന്ന കാർഡും അതേപോലെയുള്ള ഒരു ഫീലിംഗ് ഉള്ള കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ലൈഫ് വിത്തൗട്ട് യു ഈസ് ഹോപ്പ്ലെസ്, ഡാർക്ക് ആൻഡ് ഡിപ്രസിങ്. ഐ മിസ് യുവർ ലൈറ്റ് എന്ന മെസ്സേജാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിലെ വെളിച്ചം എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അവരുടെ മെസ്സേജ് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഈ ഡെക്കിയും ചെറിയൊരു ഡെക്കാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മെസ്സേജും കൂടി എടുത്ത് നോക്കാം. അവരുടെ മെസ്സേജ്, യു ആർ മൈ സൺഷൈൻ എന്നൊരു മെസ്സേജ്. യു മേക്ക് മീ സ്മൈൽ, സോ പ്രൗഡ് ഓഫ് യു എന്നുണ്ട്. യു മേക്ക് എ ഡിഫറൻസ് എന്നുണ്ട്. ബി താങ്ക്ഫുൾ എന്നൊരു മെസ്സേജാണ്. ഇത്രയും മെസ്സേജാണ് നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു.